ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെൻറ്റ് ബേസ്ഡ് ഓൺ ടെംപ്ലേറ്റ്സ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിപ്പിച്ചു. ബട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ടെംപ്ലേറ്റ്സുകൾ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതായത് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഉള്ളിൽ പല ഡോക്യുമെൻറ്റ്സ് അവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമുക്കൊരു റെസ്യൂമേ പ്രിപ്പയർ ചെയ്യണം, ബട്ട് നമുക്കതിൻ്റെ ഒരു ഫോർമാറ്റ് അറിയില്ല. അപ്പം അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുന്നത്. റെസ്യൂമേയുടെ പല ടെംപ്ലേറ്റ്സുകൾ നമുക്ക് വേർഡിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. ദെൻ അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് പുതിയ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കലണ്ടർ ഉണ്ടാക്കണം, അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഇൻവോയ്സ് ഷീറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം സാമ്പിൾ ഫോർമാറ്റ്സ് നമുക്ക് വേർഡിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. അതാണ് ന്യൂ ഡോക്യുമെൻറ്റ് ബേസ്ഡ് ഓൺ ടെംപ്ലേറ്റ്സ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ഞാനൊരു വേർഡ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിവിടെ വേർഡ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പല ടെംപ്ലേറ്റ്സുകൾ ഇവിടെ ഉണ്ട്. ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്തിരുന്നത്, ബട്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പല ടെംപ്ലേറ്റ്സുകൾ. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു ഒരു ഓപ്ഷൻ എടുക്കുകയാണ്. റെസ്യൂമേയുടെ ഒരു ടെംപ്ലേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോളിഷ്ഡ് റെസ്യൂമേ ഡിസൈൻഡ് ബൈ MOO. ഓക്കെ, ഇപ്പം ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാനത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. അത് മാൻഡേറ്ററി ആണ് ഈ പറയുന്ന ഒരു പ്രോസസ്സിന്. ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴി നമുക്ക് പല ഡോക്യുമെൻറ്റ്സുകൾ നമുക്കിങ്ങനെ ടെംപ്ലേറ്റ്സ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പേര് എൻ്റർ ചെയ്യാം, നമ്മുടെ ഡീറ്റെയിൽസ് പോലെ തന്നെ കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നമ്മുടേതായ ഡോക്യുമെൻ്റ് ആക്കി മാറ്റി സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ വേറൊരു ഡോക്യുമെൻ്റ് നോക്കാം. ഫയൽ ന്യൂ. നമുക്കിവിടെ പല കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കലണ്ടറുണ്ട്, അതുപോലെ തന്നെ ബാനർ കലണ്ടറുണ്ട്, ഫാക്സിൻ്റെ കവർ പേജ് ഉണ്ട്, എംപ്ലോയി ഓഫ് ദ മന്തിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്യാണ്. ദെൻ ക്രിയേറ്റ്. ഓക്കെ, ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് നമുക്ക് അവിടെ വരികയുള്ളൂ. ഓക്കെ, ഇതുകൊണ്ട് എംപ്ലോയി ഓഫ് ദ മന്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് നമ്മൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ ഫയൽ ന്യൂ ടെംപ്ലേറ്റ്സ് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ട കാര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ആപ്ലിക്കേഷൻ ലെറ്റർ എന്ന് കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, ലീവ് ആപ്ലിക്കേഷൻ. ഓക്കെ, സോ നമുക്ക് കൊടുക്കുന്ന വേർഡിനനുസരിച്ച് അത് സെർച്ച് ചെയ്യുന്നതാണ്. റെസിഗ്നേഷൻ ലെറ്റർ ഉണ്ട്, എൻ്റെ സാമ്പിൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പല സാമ്പിൾ ലെറ്റേഴ്സുകൾ നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ചൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ പല കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. ബിസിനസ്സിനെ ബേസ് ചെയ്യുന്ന ടെംപ്ലേറ്റ്സുകളുണ്ട്, ലെറ്റേഴ്സിനെ ബേസ് ചെയ്യുന്ന ടെംപ്ലേറ്റ്സുകളുണ്ട്, എഡ്യൂക്കേഷനെ ബേസ് ചെയ്യുന്നുണ്ട്, റെസ്യൂമേ ഉണ്ട്, ഹോളിഡേ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഹോളിഡേ ബേസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ പല കാർഡുകളുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, എഡിറ്റ് ചെയ്ത് നമുക്കിവിടെ ചെയ്യാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഏതൊക്കെ കാറ്റഗറിയിലുണ്ടെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേക്ക് ഒരെണ്ണമുണ്ട്. ഇങ്ങനെ പല ടെംപ്ലേറ്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.